സ്റ്റുഡൻസ്, അപ്പോൾ കീം എഞ്ചിനീയറിംഗിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. കീം ഡിആർക്കിന്റെ മാർക്ക് അപ്ലോഡിംഗ് വരെ സ്റ്റാർട്ട് ആയിട്ടില്ല. അപ്പോൾ പല കുട്ടികളും ടെൻഷനിലാണ്. ബേസിക്കലി സ്റ്റുഡൻസിന്റെ ഒരു ടെൻഷന്റെ കാര്യം, ആർക്കിടെക്ചർ പഠിക്കണം ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ആർക്കിടെക്ചർ പഠിക്കാനായിട്ടുള്ള കോളേജസിലേക്ക് സീറ്റ് അഡ്മിഷൻ കിട്ടുമോ, ഈ ഒരു ടെൻഷനിലാണ് സ്റ്റുഡൻസും പാരൻസും എല്ലാം. അതുകൊണ്ട് തന്നെ പല കുട്ടികളുടെ പാരൻസ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമല്ല പുറമെയുള്ള കുട്ടികളുടെ പാരൻസ് വരെ അതിൻ്റെ കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ ചോദിക്കാനായിട്ട് എന്നെ വിളിക്കാറുണ്ട്. നമ്മൾ ഇതിനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ബേസിക്കലി മെറിറ്റ് സീറ്റ്സ് ഇൻ ഗവൺമെന്റ് കോളേജസ്, അതുപോലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള NIT, SPS മുതലായ ഇതിലേക്കുള്ള ഗൈഡൻസ് ആണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ കുട്ടികളുടെ പാരൻസിൻ്റെയും ഡൗട്ട്സുകളും കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ കീം എഞ്ചിനീയറിംഗിന്റെ റിസൾട്ട് ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആർക്കിടെക്ചർ ശ്രമിക്കുന്ന കുട്ടികൾ എല്ലാവരും എഞ്ചിനീയറിംഗ് എഴുതണമെന്നില്ല. ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണം, ആർക്കിടെക്ചർ പഠിക്കണം, അങ്ങനത്തെ ഓരോ രീതിയിൽ വരുന്നത്. അപ്പോൾ അതിന് ആർക്കിടെക്ചറിന് കഴിവുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആർക്കിടെക്ചറിനോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായിരിക്കും ആർക്കിടെക്ചർ ട്രൈ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ റാങ്ക് ലിസ്റ്റ് വരാത്തതുകൊണ്ട് അവരുടെ അഡ്മിഷനെ പറ്റി ആലോചിച്ച് ഭയങ്കര ടെൻഷനാണ്. കാരണം ഡിഗ്രി കോഴ്സുകളുടെയൊക്കെ അഡ്മിഷൻസ് കഴിഞ്ഞു, ഇനി പ്രൊഫഷണൽ കോഴ്സുകളുടെയാണ് അഡ്മിഷൻസ് കഴിയാനുള്ളത്. അപ്പോൾ ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നമുക്ക് പല കുട്ടികളുടെയും ഇൻട്രസ്റ്റ് പല രീതിയിലാണ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് SPA, NIT അത് കിട്ടിയില്ലെങ്കിൽ ഗവൺമെൻറ് കോളേജസ് അത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. രണ്ട് റീസൺസ് ആണ്. ഇപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് കോളേജസിൽ പഠിക്കുകയാണെങ്കിൽ ഫീസ് ജസ്റ്റ് 15,000 വരുള്ളൂ. മറിച്ച് ഒരു മാനേജ്മെൻറ്റ് സീറ്റിൽ പഠിക്കുകയാണെങ്കിൽ 1 lakh above വരും. അതുപോലെ തന്നെ NRI സീറ്റ് ആകുമ്പോൾ 2 lakh above വരും. ആ രീതിയിലാണ് ഒരു പഠനത്തിന്റെ ചെലവ്. ഇനി പ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു ബ്രാൻഡ് വാല്യൂ നോക്കുകയാണെങ്കിൽ SPA ഡൽഹി, SPA ഭോപ്പാൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ബ്രാൻഡ് വാല്യൂ, അതല്ലെങ്കിൽ അവിടെ നിന്ന് പ്ലേസ്മെന്റ് സെല്ലിൽ നിന്ന് കിട്ടുന്ന പ്ലേസ്മെന്റ്, അതും ഇവിടെ നിന്ന് മറ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുമ്പോഴതും കമ്പാരബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മെജോറിറ്റി സ്റ്റുഡൻസും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് നമുക്ക് സീറ്റ് കിട്ടോ കിട്ടില്ല എന്നൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നതുകൊണ്ട് പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും പാരൻസിനെ വിളിച്ചിട്ട് നമ്മളവിടെ സീറ്റ്സ് കഴിയാറായി എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ പറയുന്ന സീറ്റുകളെല്ലാം തന്നെ മാനേജ്മെന്റ് സീറ്റ്സ് അല്ലെങ്കിൽ NRI സീറ്റ്സ് ആണ്, മെറിറ്റ് സീറ്റ്സ് അല്ല. മെറിറ്റ് സീറ്റ്സിന്റെ അലോട്ട്മെന്റ് എല്ലാം തന്നെ കീം അലോട്ട്മെന്റ് പ്രോസസ്സ് വഴി ഈ റാങ്ക് ലിസ്റ്റ് വൺസ് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മെറിറ്റ് സീറ്റിനെ പറ്റി ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. പല കുട്ടികളെയും പല കോളേജസും വിളിച്ചത് NRI സീറ്റ്സും അതുപോലെ തന്നെ മാനേജ്മെന്റ് സീറ്റ്സും എല്ലാമാണ് മെറിറ്റ് സീറ്റ്സ് എന്ന് അവർ തന്നെ വിളിച്ചിട്ട് കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്നത്. അത് ആ ഒരു രീതിയിലുള്ള കാറ്റഗറിയിൽ തെറ്റിദ്ധരിക്കപ്പെടാതെ ശ്രദ്ധിക്കുക. ഇത് എഞ്ചിനീയറിംഗിനാണെങ്കിലും ആർക്കിടെക്ചറിനാണെങ്കിലും എല്ലാത്തിനും കോമൺ ആയിട്ട് ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ജനറൽ ആയിട്ട് ഇൻഫോർമേഷൻസിന് വേണ്ടി പറഞ്ഞുള്ളൂ. പിന്നെ ഏതൊക്കെ ഇൻഡെക്സ് സ്കോർ വരെയുള്ളവർക്ക് മാനേജ്മെന്റ് കോളേജസിൽ മെറിറ്റ് സീറ്റ് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന മാനേജ്മെന്റ് കോളേജ് ടോപ്പ് ആ രീതിയിൽ ഞാൻ ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കൊല്ലത്തിന്റെ ഇൻഡെക്സ് സ്കോർ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ബെസ്റ്റ് 10 ആർക്കിടെക്ചർ കോളേജസ് ഇൻ കേരള എന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഇൻഡെക്സ് സ്കോർ 270 അല്ലെങ്കിൽ 280, 290 കിട്ടിയിട്ടുള്ള കുട്ടികൾക്കടക്കം, അതായത് ഏകദേശം ഒരു 2400 റാങ്ക് വന്നിട്ടുള്ള കുട്ടികൾക്കടക്കം ജനറൽ കാറ്റഗറിയിലെ ആർക്കിടെക്ചറിൽ പല പ്രൈവറ്റ് കോളേജിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നെഹ്റു കോളേജിൽ 2327, KMCT 2415, IS 2412, തേജസ് 2408. ഇത് 4 എക്സാമ്പിൾ. തൃശ്ശൂരിലെ കോളേജസ് എന്നുള്ളതിൽ ഞാൻ കുറച്ച് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ പല കോളേജിന്റെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാവും. ഇത് ഞാൻ ബാക്കിൽ നിന്നാണ് പറയുന്നത്, ടോപ്പ് കോളേജസ് എന്ന രീതിയിലല്ല. ഏറ്റവും ലാസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ചില കോളേജസ് എന്ന രീതിയിൽ ഞാനത് ജസ്റ്റ് പറഞ്ഞതാണ്. അതായത് ഈ കോളേജിന്റെ ലാസ്റ്റ് റാങ്ക് 2000 മുകളിൽ നിന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ആ കോളേജിനെ പറ്റി കമന്റ് ഞാൻ വേറെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കോളേജിന്റെ ലാസ്റ്റ് റാങ്ക് 2400 മുകളിലാണ്. കഴിഞ്ഞ തവണത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന്റെ PDF cekerala.gov.in അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കോളേജസുകളിലേക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെറിറ്റ് സീറ്റ് കീം അലോട്ട്മെന്റ് വഴി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഗവൺമെന്റ് പറയുന്ന ഫീസ് അടച്ചാൽ മതിയാവും. എക്സ്ട്രാ മാനേജ്മെന്റ് ഫീസും മറ്റു കാര്യങ്ങളും അടയ്ക്കേണ്ടി വരില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിച്ചിട്ട് ഈ ഒരു ടെൻഷൻ സമയത്ത് പോയിട്ട് അവിടെ കൊണ്ടുപോയി കാശ് അടയ്ക്കുക, ഇവിടെ കൊണ്ടുപോയി കാശ് അടയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം ഇല്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. അതായത് മെറിറ്റ് സീറ്റ് ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്ന ആഗ്രഹിക്കുന്ന കുട്ടികൾ, അത്രയും കുട്ടികൾക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറയുന്ന ചില എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. ഇനി അതല്ല, മറിച്ച് ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ SPA, NIT അല്ലെങ്കിൽ
ഗവൺമെന്റ് കോളേജിൽ അവർ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. ഇത്തവണ വിചാരിച്ച് ഇൻഡെക്സ് സ്കോർ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും ട്രൈ ചെയ്ത് ആ ഒരു കോളേജിലേക്കുള്ള നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. അതെല്ലാം ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കണം. നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ട്രൈ ചെയ്യാനും അതിലേക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കുക. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നടക്കുന്ന ഒരു സിനാരിയോനെ പറ്റി ഞാൻ ജനറൽ ആയിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പല പേരൻസ് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരോടും പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ജനറൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു.